എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. 2025 ലോക പാരാ അത്ലറ്റിക്സ് വേദി ന്യൂഡൽഹി. 2025 ലോക പാരാ അത്ലറ്റിക്സ് വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ തന്നെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായയാണ്. ഏതാണെടാ? കണ്ണാടിപ്പായ. ഓക്കെ. 2025 സെപ്റ്റംബറിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സംഘർഷം നടത്തുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ലഡാക്ക് ആണ്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് 2025 പ്രക്ഷോഭത്തിന് മുതിർന്ന കേന്ദ്ര ഭരണ പ്രദേശമാണ് ലഡാക്ക്. ഒരുപക്ഷെ നമുക്ക് ജമ്മു കാശ്മീർ എന്നൊക്കെ തോന്നും, അല്ല, ലഡാക്ക് ആണ്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് 2025 സെപ്റ്റംബറിൽ പ്രക്ഷോഭം നടത്തുന്നത് ആരാണ്? ലഡാക്ക് ആണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം എവിടെയായിരുന്നു? ആറന്മുളയാണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന വേദി ആറന്മുള. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറക്കുന്ന മാസികയാണ് രാജഹംസം. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറക്കുന്ന മാസിക ഏതാണ്? രാജഹംസമാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയാണല്ലേ രാജ്ഭവൻ. അപ്പോൾ രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറക്കുന്ന മാസിക രാജഹംസമാണ്. നികുതി വെട്ടിപ്പ്, നിയമവിരുദ്ധ വാഹന ഇറക്കുമതി ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റാക്കറ്റുകളെ കണ്ടെത്താനായിട്ട് കസ്റ്റംസ് നടത്തിയ റെയ്ഡാണ് നുംഖോർ ആണ്. എന്താണ്? നുംഖോർ. നികുതി വെട്ടിപ്പ്, നിയമവിരുദ്ധ വാഹന ഇറക്കുമതി എന്നിവ നടത്തുന്ന റാക്കറ്റുകൾക്കെതിരെ കസ്റ്റംസ് നടത്തിയ റെയ്ഡാണ് നുംഖോർ ആണ്. നുംഖോർ. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 സ്വന്തമാക്കിയത് KJ യേശുദാസ് ആണ്. 2025 തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. അടുത്തതൊരു കൃതിയാണ് ചാർലി ചാപ്ലിൻ ജീവിതവും കലയും. ഇതാരുടെ കൃതിയാണ്? PG സദാനന്ദനാണ്. PG സദാനന്ദൻ. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും ആരുടെ ആ കൃതിയാണ്? PG സദാനന്ദൻ. ഓക്കെ. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 നടന്നത് എവിടെ? ന്യൂഡൽഹിയിലാണ്. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 വേദി എവിടായിരുന്നു? ന്യൂഡൽഹിയിലാണ്. ഇന്ന് നമ്മൾ ന്യൂഡൽഹിയുടെ കാര്യം പറഞ്ഞില്ലേ? വീണ്ടും ആദ്യവും അവസാനവും ഇന്ന് നിൽക്കുന്നത് ന്യൂഡൽഹിയിലാണ്. 2025 ലോക പാരാ അത്ലറ്റിക്സിന് വേദി എവിടാന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. അതുപോലെ ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 വേദിയും ഏത് തന്നെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാമല്ലോ, ശ്രദ്ധിച്ചിരിക്കണേ. 2025 ലോക പാരാ അത്ലറ്റിക്സ് വേദി ന്യൂഡൽഹി. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് 2025 പ്രക്ഷോഭം നടത്തിയത് ലഡാക്ക്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സമാപന സമ്മേളനം എവിടെയാണ്? ആറന്മുളയാണ്. രാജ്ഭവൻ വിശേഷങ്ങളുമായി മാസിക രാജഹംസം. സുഗതം എന്ന പേരിൽ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? അത് കേരള PSC ഓഫീസിലാണ് അല്ലെ? പട്ടം തുളസി ഹിൽസ്. സുഗതം. എന്നാൽ സുഗത വനം പദ്ധതി തുടങ്ങിയത് എവിടാന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ്. സുഗത വനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വെസ്റ്റ് ബംഗാളിലാണ്. സുഗതം എന്ന പേരിൽ ബട്ടർഫ്ലൈ പാർക്ക് വന്നത് നമ്മുടെ സംസ്ഥാന PSC ആസ്ഥാന മന്ദിരത്തിലാണ്. തുളസി ഹിൽസ് പട്ടമാണ്. ഓക്കെ. സുഗതകുമാരിയുടെ നവോദയ ആഘോഷങ്ങളുടെ സമാപനം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറന്മുളയാണ്. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറക്കിയ മാസികയാണ് രാജഹംസം. നികുതി വെട്ടിപ്പ്, നിയമവിരുദ്ധ വാഹന ഇറക്കുമതി എന്നിവ ചെയ്യുന്ന റാക്കറ്റുകളെ പിടിയിലാക്കാനായിട്ട് കസ്റ്റംസിന്റെ പരിപാടിയായിരുന്നു നുംഖോർ ആണ്. നുംഖോർ. 2025 തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസിന്. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം PG സദാനന്ദൻ്റെതാണ്. PG സദാനന്ദൻ. യെസ്. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 വേദിയായത് ന്യൂഡൽഹിയാണ്. താങ്ക് യു.